കെ ശാന്തകുമാരി, ഇവിടെ തെരഞ്ഞെടുപ്പിന് ആദ്യ ദിവസങ്ങളിൽ ഡോക്ടർ കെ സരൻ ഇങ്ങോട്ടൊക്കെ വരുന്നു, LDF അജണ്ട തീരുമാനിക്കുന്നു. എന്നാൽ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ അജണ്ട സെറ്റേഴ്സ് UDF ആയി മാറിയോ, കോൺഗ്രസ് നേതാക്കളായി മാറിയോ? ഒരിക്കലുമില്ല, ഒരു സംശയമില്ല. പാലക്കാട്ടുകാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ സരിന്റെ വരവ് ഒരു തിരമാലയെ പോലെ പാലക്കാട് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള അർജവത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. സംശയമൊന്നും എന്തിനാ സംശയിക്കണ്ട, ജയിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തും അടങ്ങുന്നത് ഒരു ഇട്ടാവട്ടത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടത്തെ വികസനവും ഇവിടെ നടപ്പിലാക്കിയുള്ള കഴിഞ്ഞ 13 വർഷക്കാലത്തിന്റെ എല്ലാ നേരിട്ടറിയുന്നവരാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖം എനിക്കറിയുന്നില്ല, കാരണം പാലക്കാട്ടുകാരല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലാലും ഇടതുപക്ഷം ജയിച്ചു കയറുമെന്ന യാതൊരു തർക്കവും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചർച്ചയ്ക്ക് വന്ന ചേച്ചി ഇവിടെയല്ല. കൊടുവായൂർ എൽസിന്ന് 5 മെമ്പർമാര് രാജിവെക്കാൻ കാരണം അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നം. താങ്കൾ എന്തിനാണ് ആവശ്യമില്ല സംസാരിക്കാൻ നിൽക്കുന്നത്? അല്ല ഹാഷ്മി, ഈ MLA അടുത്ത് ഒരു കാര്യം പറയണം. ഇത് പാലക്കാട്ടെ പാൽ സൊസൈറ്റിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ഇത് രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പല ജില്ലയിലെ പല പാർട്ടിക്കാരും വരും. നിങ്ങൾക്ക് പറയാൻ ആളില്ലെങ്കിൽ അതിന് നിങ്ങൾ കണ്ണീര് പൊഴിച്ചിട്ട് കാര്യമില്ല. ഞാനൊന്ന് പറയണം. ബഹുമാനായിട്ടുള്ള ശാന്തകുമാരി മാഡം, A റഹീം മൂത്താന്തറയിലെ വോട്ടറല്ല, വസീഫ് എന്ന് പറയപ്പെടുന്ന വടക്കേന്തറയിലെ വോട്ടറും അല്ല, ആർഷോ എന്ന് പറയപ്പെടുന്നത് കൽപ്പാത്തിയിലെ വോട്ടറും അല്ല. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ആധിപത്യ പ്രക്രിയയാണ്. ഇവിടെ വിവിധ നാട്ടിലുള്ള ആളുകൾ വരും, വോട്ടുകൾ അഭ്യർത്ഥിക്കും. അതേപോലെ തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കഴിവുകളും ചൂണ്ടിക്കാണിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പാലക്കാടിൽ നിന്ന് വരാം, ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയല്ലേ, എല്ലാവർക്കും എവിടെയും പോയിക്കൂടെ? ഇനി അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണം. നന്നായിട്ടുണ്ട്. പർവ്വതീകരിച്ചല്ല, അങ്ങ് പറഞ്ഞത് 100% തെറ്റായ, ബഹുമാനിയായ MLA, അങ്ങ് പറഞ്ഞത് 100% തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രീയം പൊളിറ്റിക്സ് മനസ്സിലാവുന്നതുകൊണ്ട് പറഞ്ഞു. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരന്തമായിട്ടുള്ള ഭരണം കൊണ്ടാണ് ഈ നാട് ഇന്ന് പിന്നോക്കം നിൽക്കുന്നത്. ഒരു വികസനം പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾ വന്ന ആളുകളെ കുറ്റം പറയുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ ജ്യോതികുമാർ ചാമക്കാല മുഖത്ത് നോക്കി തെണ്ടും തെറിയും പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ. ഇപ്പൊ അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്. അതിനർത്ഥം BJP കോൺഗ്രസ് കൂട്ടുകെട്ട് വ്യക്തമായിരിക്കുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏറ്റവും മികച്ച ആളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സരിൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ MLA നേതാവ് സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടില്ലേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്ടർ സരിന് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസരവാദ സമീപനം മനസ്സിലാക്കി തിരിച്ചു വരികയാണ് ഉണ്ടായത്. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. രാഷ്ട്രീയ ചിന്ത പേറുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാർ മുദ്രയിലെ 2 ആനയെ അടിച്ചുകൊണ്ട് പോകാതെ നോക്കണമെന്ന് പറഞ്ഞവരാണ് സരിൻ. ചുമ്മാ പറയൂ, അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. അന്ന് ഡോക്ടർ P സരിൻ അന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്നത്തെ വിശ്വാസം പേർ നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ അന്നെല്ലാം തന്നെ വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഞാൻ ചോദിക്കട്ടെ, മാപ്പ് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. MLA പറഞ്ഞൊരു വാദമുണ്ട് ഇവിടെ. MLA പറഞ്ഞ വാദം, ഇവിടെ ജ്യോതികുമാർ ചാമക്കാലയുമായി ചർച്ചയിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. ഉണ്ടായിട്ടുണ്ട്, ഞാനായിട്ടുണ്ടായിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടായിട്ടുണ്ടായിട്ടുണ്ടല്ലോ നിങ്ങളുടെ പരിപാടിയിൽ ഉൾപ്പെടെ. മുതലെടുക്കണേണ സജി.
ഞാൻ പറഞ്ഞത് അപ്പോ ഇവിടെ പിണറായി വിജയനെ ഏത് ഞങ്ങൾ പറയാത്ത BJP പറയാത്ത അത്തരത്തിലാണ് സരീൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പറഞ്ഞത് ഇദ്ദേഹം ഇവിടുത്തെ സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന്. അതിനൊക്കെ ആർജവമില്ലാത്തത് കൊണ്ടല്ലേ അവരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. വികസനങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. ഒരു മിനിറ്റ് കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും സാറേ. കേന്ദ്രത്തിലെ ഉള്ളിന്റെ വിലയും ഒരു ലിറ്റർ ഓയിലിന് 150 രൂപ വിലയും അതിനെ കുറിച്ച് സംസാരിക്കുക. പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമുള്ള സംസാരിക്കുക. 100% ഞാൻ യോജിക്കുന്നു. ചേട്ടൻ ഒരു മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ? LDF വരും, എല്ലാം ശരിയാകും. ഉറപ്പാണ് തൊഴിൽ, ഉറപ്പാണ് ജോലി, ഉറപ്പാണ് പെൻഷൻ, ഉറപ്പാണ് ഭവനം, ഉറപ്പാണ് സ്ത്രീ ശാക്തീകരണം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. മര്യാദ കാണിക്കുന്നേ, ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ കാണിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. ഡീസലിന്റെ വില, പെട്രോളിന്റെ വില, അച്ചാതി നായക, നല്ല നാളുകൾ, ഇനി ഇതൊക്കെ പോട്ടെ, പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞ് കേരളത്തിൽ അധിക സെസ് 2 രൂപ. പിന്നെ അത് കിട്ടണം. ഗ്യാസിന്റെ വില 1050, റേഷൻ കട കാലി, സപ്ലൈക്ക് കാലി. അത് പറയുമ്പോ വെറുതെ കുറച്ചിട്ട് കാര്യമില്ലെന്ന്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പോയിട്ടുള്ള ഒരു MLA എന്ത് വികസനമാണ് നടപ്പിലാക്കിയത് സംബന്ധിച്ച് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു നമുക്ക് വികസനം ചർച്ച ചെയ്യാം. ഒന്നും ശബ്ദിക്കാതിരിക്കോ? ഞാൻ പറയട്ടെ, ഞാൻ 2 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടുത്തെ വികസനത്തെ കുറിച്ച് കേൾക്കണം. അനുഗ്രഹിക്കണം. പാലക്കാട് മെഡിക്കൽ കോളേജ് 244 കോടി രൂപ. ഈ കാണുന്ന പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 126 കോടി രൂപ. സാംസ്കാരിക സമുച്ചയം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒരു സെക്കൻഡ് ഒന്ന് തരി. പറഞ്ഞോ. പ്ലീസ് ഓഫ് ചെയ്യണം. കുറച്ച് നേരത്തെ വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ. വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ് MLA, വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ. നിർത്തണ്ടേ? താങ്കളുടെ എന്തെങ്കിലും അഭിപ്രായം തിരക്കിയോ? ഞാൻ പറയുവാണെങ്കിൽ അങ്ങ് ഉരിയാടിയാ മതി. അപ്പൊ ചേലക്കരയോ? അപ്പൊ ചേലക്കരയോ? ഇത് ഞങ്ങളുടെ മണ്ഡലമൊന്നേ. നിങ്ങൾക്ക് വല്ല എഴുതി തന്നിട്ടുണ്ടോ? ഇത് എഴുതി തന്നിട്ടുണ്ടോ? ജനാധിപത്യത്തിന് എഴുതി തന്നിട്ടുണ്ടോ? ആധാരമായിട്ട് വന്ന MLA പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. ജില്ലാ ആസ്പത്രി പോയ കാരുണ്യ ചികിത്സക്കുള്ള കാർഡ് പോലും എടുക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ടോ? രൂപ ചെലവാക്കിയിട്ട് നിങ്ങൾ ജനസമ്പർക്ക പരിപാടി നടത്തില്ലേ? ആ പൈസ ഇവന്മാരുടെ പടം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്? ചർച്ച ചെയ്യണമെന്ന്, വികസനം ചർച്ച ചെയ്യൂ. നിങ്ങളിവിടെ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയ രേഖയാണോ ഇത്? ശങ്കരാടിയുടെ രേഖയാണ്. ഇത് ശങ്കരാടിയുടെ രേഖ. ഈ രേഖക്ക് പ്രസക്തിയില്ലെന്ന് അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഞാൻ പോകുന്നു. ബൈ.